എല്ലാവർക്കും ടെക് ലേമളിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MediaTek Dimensity 8400ഉം സ്നാപ്ഡ്രാഗൺ 8s Gen 3 നമ്മൾ കമ്പാരിസൺ ആണ്. സോ Dimensity 8400 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പർ മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ് നമ്മുടെ MediaTekന്റെ. സോ 8s Gen 3 അതേ അപ്പർ മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. അപ്പർ മിഡ് റേഞ്ച് അല്ല, ഒരു ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. സോ ഇതിന്റെ രണ്ടും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കാരണം പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടും എന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് വെച്ച് സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ Dimensity 8400 വരുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ ചീപ്പറാണ്. കാരണം MediaTekന്റെ ചിപ്സെറ്റുകൾ സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്. പക്ഷെ പെർഫോമൻസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. സോ ഇതിന്റെ സ്പെക്ക് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രോസസ്സിനോടും CPU നമ്മൾ നോക്കുവാണെങ്കിൽ Dimensity 8400 വരുന്നത് TSMCയുടെ 4 നാനോമീറ്റർ ടെക്നോളജി വെച്ചിട്ടാണ് വരുന്നത്, മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതേസമയം 8s Gen 3 ആണെങ്കിലും TSMCയുടെ 4 നാനോമീറ്റർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ പ്രോസസ്സിനോട് വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, CPU കോഴ്സ്, GPU അതൊക്കെ ഡിപ്പെൻഡ് ആണ് പവർ എഫിഷ്യൻസിയൊക്കെ. നമ്മൾ CPU നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് Dimensity 8400 ട്രിപ്പിൾ ക്ലസ്റ്ററിലാണ് വരുന്നത്. ഫസ്റ്റ് ക്ലസ്റ്ററിൽ നമുക്കൊരു Cortex A725 വരുന്നുണ്ട്, 3.25 GHz ആണ് ക്ലോക്ക് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ക്ലസ്റ്ററിൽ 3 Cortex A725 തന്നെയാണ് വരുന്നത്, 3 GHz. മൂന്നാമത്തെ ക്ലസ്റ്ററിൽ Cortex A725 തന്നെയാണ് വരുന്നത്, 2.1 GHz. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഫിഷ്യൻസി കോഴ്സ് ഒന്നുമില്ല. നമ്മുടെ ഹൈ പെർഫോമൻസ് കോഴ്സ് പല ക്ലോക്ക് സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാഷ് മെമ്മറി നമ്മൾ നോക്കുവാണെങ്കിൽ 1.75 MB ആണ് നമുക്ക് L2 ക്യാഷ് വരിക. പിന്നെ 6 MB ലെവൽ 3 ക്യാഷ് വരുന്നുണ്ട്, 5 MB സിസ്റ്റം ലെവൽ ക്യാഷ് വരുന്നുണ്ട്. അതേസമയം 8s Gen 3 ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ട്രിപ്പിൾ ക്ലസ്റ്ററിലാണ് വരുന്നത്. നമുക്കൊരു പ്രൈം ക്ലസ്റ്ററിൽ നമുക്കൊരു Cortex X4 വരുന്നുണ്ട്, 3 GHz റൺ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ക്ലസ്റ്ററിൽ 4 Cortex A720 വരുന്നുണ്ട്, 2.8 GHz. പിന്നെ മൂന്നാമത്തെ ക്ലസ്റ്ററിൽ 3 Cortex A520 വരുന്നുണ്ട്, 2 GHz. ക്യാഷ് മെമ്മറിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2.38 MB L2 ക്യാഷ് വരുന്നുണ്ട്, 4 MB L3 ക്യാഷ് വരുന്നുണ്ട്, 3.5 MB സിസ്റ്റം ലെവൽ ക്യാഷ് വരുന്നുണ്ട്. സോ ക്യാഷയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ Dimensity 8400 ബെറ്റർ ആണ്, ഹയർ എമൗണ്ട് ഓഫ് ക്യാഷ് നമുക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ CPU പെർഫോമൻസ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഇവിടെ Cortex X4 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. റാം ആൻഡ് സ്റ്റോർ നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. 16 ബിറ്റിൻ്റെ ക്വാഡ് ചാനൽ മെമ്മറിയാണ് ഉപയോഗിക്കുന്നത്. LPDDR5X 4266 MHz റൺ ചെയ്യുന്ന മാക്സിമം. പിന്നെ 68.2 Gbps ആണ് ബാൻഡ് വിഡ്ത്ത്. UFS 4.0 ആണ് വരുന്നത്, രണ്ടിലും വരുന്നത്. ഇനി ഗീക്ക് ബെഞ്ച് നമുക്ക് നോക്കാം. നമുക്ക് Dimensity 8400 സിംഗിൾ 1651, മൾട്ടി ആണെങ്കിൽ 6833 വരുന്നത്. അതേസമയം 8s Gen 3 ആണെങ്കിൽ സിംഗിൾ 2019 വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ X4 വരുന്നതുകൊണ്ട് നമുക്കിവിടെ ലാർജ് കോറാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹയർ സിംഗിൾ കോർ പെർഫോമൻസ് ആണ് കിട്ടുന്നുണ്ട്. അതേസമയം മൾട്ടി കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ 5570 ആണ്. അതിനൊരു കാര്യമുണ്ട്, Dimensity 8400ന്റെ എല്ലാ കോഴ്സും ഹൈ പെർഫോമൻസ് ആണ്, അവിടെ എഫിഷ്യൻസി കോഴ്സും കാര്യങ്ങളൊന്നുമില്ല. സോ സിംഗിൾ കോർ ബെറ്റർ ആയിട്ട് വെക്കുന്നത് 8s Gen 3, മൾട്ടി കോർ പെർഫോമൻസ് ബെറ്റർ ആയിട്ട് വെക്കുന്നത് Dimensity 8400 ആണ് വരുന്നത്. GPUവിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 8400 നമുക്ക് Mali G720 MC7 GPU ആണ്, 7 കോർ GPU ആണ്. അതേസമയം 8s Gen 3 ആണെങ്കിൽ Adreno 735 ആണ്, 950 MHz റൺ ചെയ്യുന്നത്. സോ ഇതിൻ്റെ നമ്മുടെ 8400ന്റെ അധികം ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല ജിബിയുടെ കാര്യത്തിൽ. നമ്മുടെ എക്സ്പെക്റ്റഡ് ആറ്റിറ്റ്യൂഡ് സ്കോർ ഒക്കെയാണ് പറയുന്നത്, ഒരു 6 ലക്ഷത്തിന് മേളിൽ എന്തായാലും വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ Dimensity 8300 അതിൻ്റെ GPU 5,35,000 ഓൾറെഡി സ്കോർ ചെയ്യുന്നുണ്ട്. സോ ഇത് MediaTek പറയുന്നതനുസരിച്ച് 24% ബെറ്റർ പെർഫോമൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 6 ലക്ഷത്തിന് മേളിലൊക്കെ എന്തായാലും നമുക്ക് ആറ്റിറ്റ്യൂഡ് GP സ്കോർ വരും. അതേസമയം നമ്മുടെ 8s Gen 3 ആണെങ്കിൽ ഒരു 5,30,000 35,000 ഒക്കെയാണ് അതിൻ്റെ GP സ്കോർ വരിക, മാക്സിമം 5,40,000. സോ GP ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് Dimensity 8400 തന്നെയാണ്. ഡിസ്പ്ലേ സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ Dimensity 8400 നമുക്ക് WQHD+ 144 Hz ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Dolby Vision സപ്പോർട്ട് ചെയ്യും, 10-bit ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. മാക്സിമം വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 4K 60 FPS ആണ് വരുന്നത്. അതേസമയം 8s Gen 3 ആണെങ്കിൽ നമുക്ക് മാക്സിമം 4K 60 Hz വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Quad HD+ 144 Hz, HDR10+ ഉണ്ട്, Dolby Vision വരുന്നുണ്ട്, HDR VVD സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 10-bit ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം പ്ലേ ബാക്ക് നമുക്കിവിടെ 4K 120 FPS വരെ സപ്പോർട്ട് ചെയ്യും. സോ ഡിസ്പ്ലേ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് 8s Gen 3 തന്നെയാണ്. നമ്മൾ ക്യാമറ സപ്പോർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ Dimensity 8400 നമുക്ക് ImageQ 1080 ISP ആണ് വരുന്നത്. ഇത് ട്രിപ്പിൾ 14-bit ISP ആണ്. സിംഗിൾ നമുക്ക് 320 MP ആണ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ട്രിപ്പിൾ ആണെങ്കിൽ 32 MP ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 4K 60 FPS ആണ് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അതേസമയം 8s Gen 3 ആണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ 18-bit ISP ആണ്,
നമുക്ക് 200 മെഗാ പിക്സൽ വരെയാണ് മാക്സിമം സിംഗിൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നത്. ഡുവൽ ആണെങ്കിൽ 64+36 സപ്പോർട്ട് ചെയ്യും. ട്രിപ്പിൾ ആണെങ്കിൽ നമുക്ക് 36 മെഗാ പിക്സലാണ് സപ്പോർട്ട് ചെയ്യും. മാക്സിമം നമുക്ക് 4K 60 FPS ആണ്. ISP നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ISP ഇരിക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 തന്നെയാണ്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡൈമെൻസിറ്റി 8400 നമുക്ക് സബ് 6 GHz മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തത് അതിൽ മില്ലിമീറ്റർ വേവും കൂടി ഇട്ടിട്ടുണ്ട്, അത് തെറ്റായിരുന്നു. ഇപ്പോഴാണ് ഒന്നുകൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് സബ് 6 GHz വരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മില്ലിമീറ്റർ വേവ് സപ്പോർട്ട് വരുന്നില്ല ഡൈമെൻസിറ്റി 8400ൻ്റെ മോഡത്തിന്. ഡൗൺലോഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 5.17 Gbps ആണ്, എന്ന് വെച്ചാൽ 646 MB/s. Wi-Fi 6E ബ്ലൂടൂത്ത് 5.4 സപ്പോർട്ട് വരുന്നുണ്ട്. നാവിക് സപ്പോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8S Gen 3 ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ X70 മോഡാണ് വരുന്നത്. സബ് 6 GHz മില്ലിമീറ്റർ വേവ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് 6.5 Gbps എന്ന് വെച്ചാൽ 812 MB/s. അപ്ലോഡ് ആണെങ്കിൽ 3.5 Gbps എന്ന് വെച്ചാൽ 437 MB/s. Wi-Fi 7 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 നാവിക് സപ്പോർട്ട് വരുന്നുണ്ട്. സോ സ്ലൈറ്റ്ലി ബെറ്റർ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വരുന്നത് നമുക്ക് 8S Gen 3 ആണ്. നമ്മളിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കൺക്ലൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഡൈമെൻസിറ്റി 8400 കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബെറ്റർ മൾട്ടികോ പെർഫോമൻസും ബെറ്റർ GP പെർഫോമൻസ് എക്സ്പെക്റ്റഡ് ആയിട്ട് GP പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് GP വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് MediaTek ഡൈമെൻസിറ്റി 8400 വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസാണ്. ഈ ചിപ്സെറ്റ് വരുന്ന സ്മാർട്ട് ഫോൺസിനൊക്കെ പ്രൈസ് കുറവായിരിക്കും. ഇത് വരാൻ പോകുന്നത് പോക്കോ X7 Proയിലാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത്. പിന്നെ റിയൽമിയുടെ ഒരു ഫോണും കൂടി വരുന്നുണ്ട്. സോ നമ്മുടെ X7 Proയുടെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 27-28 പ്രതീക്ഷിച്ചാൽ മതി. ആ പ്രൈസ് റേഞ്ചിൽ വേറൊരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ 7 Gen 3 ഒക്കെ വരുന്നുള്ളൂ. അതിനൊക്കെ എന്തായാലും തൂത്തുവാരി കളയും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണിത്. അതാണ് പ്രൈസ് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഡൈമെൻസിറ്റി 8400. 8S Gen 3 ഒക്കെയാണ് 30-35 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ GPU സ്ലൈറ്റ്ലി ബെറ്റർ 8400ലാണ്. CPU സിംഗിൾ ബെറ്റർ 8S Gen 3ൽ. മൾട്ടി കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ഡൈമെൻസിറ്റി 8400ലാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു ഇനീഷ്യൽ കമ്പാരിസൺ ആണ്. നമുക്ക് ഡൈമെൻസിറ്റി 8400ൻ്റെ കംപ്ലീറ്റ് എന്താ പറയുക ബെഞ്ച് മാർക്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനീഷ്യൽ ലീക്സ് ഒക്കെയാണ്. സോ ഇച്ചിരി കൂടി എന്താ പറയുക പെർഫോമൻസ് കൂടാൻ അല്ലെങ്കിൽ ഇച്ചിരി കൂടി ബെഞ്ച് മാർക്ക് സ്കോർസ് കൂടാൻ ചാൻസ് ഉണ്ട്. ഒപ്റ്റിമൈസേഷനൊക്കെ വരുമ്പോൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഒക്കെ അത് ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോൾ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള സ്കോർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതാണ് ഇന്നത്തെ കമ്പാരിസൺ. നിങ്ങളുടെ സജഷനും കാര്യങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.